ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണ സർക്കുലറിനെതിരായ ഹർജികളിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഇന്ന്. സർക്കുലർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജികൾ. വാഹന നിയമത്തിലെ വ്യവസ്ഥകളിൽ സർക്കുലർ വഴി മാറ്റം വരുത്താനാകില്ലെന്നാണ് ഹർജിയിലെ പ്രധാന വാദം. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ചുകൊണ്ട് ഗതാഗത കമ്മീഷൻ ഇറക്കിയ സർക്കുലറിനെതിരായ ഹർജികളിൽ ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചാണ് ഇടക്കാല ഉത്തരവിടുക. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും പരിശീലകരുമാണ് ഹർജിക്കാർ. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലർ കേന്ദ്ര നിയമത്തിന് വിരുദ്ധമാണെന്നാണ് ഹർജികളിലെ വാദം. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിൽ സർക്കുലറിലൂടെ മാറ്റം വരുത്താൻ സംസ്ഥാനത്തിന് അധികാരമില്ലെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിനാൽ പരിഷ്കരണ ഡ്രൈവിംഗ് ടെസ്റ്റ് സർക്കുലർ റദ്ദാക്കണമെന്നാണ് ആവശ്യം. അതേസമയം കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുകയാണ് ചെയ്തതെന്നും പുതിയ സർക്കുലർ നിയമപരമാണെന്നുമാണ് സർക്കാരിന്റെ വാദം. ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റിംഗും കാലിൽ ഗിയറുള്ള വാഹനം ഉപയോഗിക്കണമെന്നും കാർ ലൈസൻസിംഗ് ഓട്ടോമാറ്റിക് ഗിയറുള്ള കാർ ഉപയോഗിക്കാൻ പാടില്ലെന്നും പുതിയ സർക്കുലറിൽ പറഞ്ഞിരുന്നു. ഇതൊന്നും മോട്ടോർ വാഹന ചട്ടങ്ങളിൽ ഉള്ളതല്ലെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്.